വിശദമായ വാർത്തകളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നടൻ ദിലീപിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. കളമശ്ശേരിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ SP MP മോഹനേന്ദ്രന്റെ നേതൃത്വത്തിൽ 9 മണിയോടെയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ദിലീപിനെ ഒറ്റയ്ക്കിരുത്തിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ദിലീപിന് പുറമെ സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവ് സൂരജ്, സുഹൃത്ത് ബൈജു ചെങ്ങമനാട്, സഹായി അപ്പു എന്നിവരെയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. സത്യം പുറത്തു കൊണ്ടുവരുമെന്നും കേസ് വിജയിക്കുമെന്നും ഉത്തമ വിശ്വാസമുണ്ടെന്ന് ADGP S ശ്രീജിത്ത് പറഞ്ഞു. കൂടുതൽ പേരെ ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഞങ്ങൾ അന്വേഷിക്കുന്ന എല്ലാ കേസുകളും ഫലപ്രദമായി അന്വേഷിച്ച് തെളിയിക്കാൻ പറ്റുന്ന ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പിന്നെ അതിനകത്ത് അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. അതിന് ഇന്ന റിസൾട്ട് വരണം എന്ന് പറയാനായിട്ട് ഞങ്ങൾ ആളുകളല്ല. ഞങ്ങൾ സത്യസന്ധമായി അന്വേഷിക്കുക, സത്യം പുറത്തു കൊണ്ടുവരികയും ചെയ്യാൻ സംശയം വേണം. കളമശ്ശേരിയിൽ നിന്നും ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇപ്പോൾ ഒറ്റയ്ക്ക് ദിലീപിനെ ഇരുത്തി ചോദ്യം ചെയ്യുകയാണോ? ഈ മറ്റുള്ളവർക്കൊപ്പം എടുത്ത് ചോദ്യം ചെയ്യുന്നത് ഇന്ന് തന്നെ ഉണ്ടാകുമോ? മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, ഈ കേസുമായി ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിനെ ചോദ്യം ചെയ്ത് തുടരുകയാണ്. ദിലീപിനെ മാത്രമല്ല മറ്റ് ഈ കേസിൽ ഉൾപ്പെട്ട ആകെ 5 പേരാണ്. ഇവരിൽ ഇന്ന് എത്തിയ 5 പേരെയും തന്നെ ചോദ്യം ചെയ്യൽ തുടരുന്നു. നമുക്ക് അറിയാവുന്നതുപോലെ, ഇപ്പോൾ മനസ്സിലാക്കാവുന്നതുപോലെ ആദ്യഘട്ടത്തിൽ ഒറ്റയ്ക്ക് ഇവരെ ചോദ്യം ചെയ്യുകയും പിന്നീട് ഇവരെ ഒരുമിച്ച് ഇതിൻ്റെ ഒരു മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ട് ഒരുമിച്ച് ചോദ്യം ചെയ്യുന്ന രീതിയാണ് അവർ അവലംബിക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പിന്നീട്, അതായത് ഈ ചോദ്യം ചെയ്യലൊരു സമയം പൂർത്തിയാകുന്ന മുറയ്ക്ക് പിന്നീട് ഇവർക്ക് ഒരുമിച്ച് പോകുവാനുള്ള സാഹചര്യവും പിന്നീട് മറ്റ് കാര്യങ്ങൾ സംബന്ധിച്ച് സംസാരിക്കാനും ചർച്ച ചെയ്യാനുള്ള സാവകാശം എല്ലാം ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയും തീരുമാനിക്കുന്നത്. ഇന്ന് ഇപ്പോൾ പ്രധാനമായും ഇപ്പോൾ മുന്നോട്ട് വരുന്നത് ഇതിൽ ബാലചന്ദ്രകുമാർ ഉയർത്തിയ ആക്ഷേപങ്ങൾ, അതിന് ദിലീപ് കോടതിയിൽ ഒരു സത്യവാങ്മൂലം അടക്കം ഉള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഗുരുതരമായ പല ആക്ഷേപങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇപ്പോൾ ഈ ചോദ്യവാലിയിലേക്ക് വരുന്നു എന്നതാണ് ഒടുവിൽ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ പലതും ഈ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന വെളിപ്പെടുത്തലിൽ നടത്തിയ ആളെ മുഴുവൻ സംശയത്തിൻ്റെ മുൻപിലേക്ക് നിർത്തുന്ന രീതിയിൽ ആ രീതിയിലേക്ക് മാറ്റുന്ന രീതിയിലുള്ള സത്യവാങ്മൂലമാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ആക്ഷേപങ്ങൾ എന്ന രീതിയിലേക്ക് കണക്കാക്കാതെ തന്നെ ഇതിൽ എത്രമാത്രം സത്യങ്ങളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. അതിന് ബാലചന്ദ്രകുമാറിനെ കൂടി അടുത്ത ദിവസം ബുധനാഴ്ച ഇവിടേക്ക് എത്താനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൊവ്വാഴ്ച വരെയാണ് ദിലീപിനെയും മറ്റു പ്രതികളെയും ചോദ്യം ചെയ്യാനുള്ളൊരു അവസരം കിട്ടുക. ഏതാണ്ട് 33 മണിക്കൂറോളമാണ് 3 ദിവസങ്ങളായിട്ട് ലഭിക്കുന്നത്. പിന്നീട് ബാലചന്ദ്രകുമാറിനെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയും വ്യാഴാഴ്ച ഇതിൻ്റെ ഒരു മുഴുവൻ റിപ്പോർട്ടടക്കം കോടതിയിലേക്ക് അതിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഇതിൻ്റെ മുഴുവൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ക്രൈംബ്രാഞ്ച് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു ചോദ്യം ചെയ്യലിലേക്ക് തന്നെ പോകുന്നു. നേരത്തെ DGP അടക്കം സൂചന നൽകിയത് അതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീജിത്തിനടക്കമുള്ള ആത്മവിശ്വാസം, DGPക്ക് അടക്കമുള്ള ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ അന്വേഷണത്തിന്റെ 1ാം ഘട്ടത്തേക്കാൾ കൂടുതൽ തെളിവുകൾ 2ാം ഘട്ടം ആരംഭിക്കുമ്പോൾ അത്തരത്തിൽ ലഭിക്കുന്നുണ്ട്. ആത്മവിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇവരുടെ ഓരോ നീക്കങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ടോ ഡാനി? തീർച്ചയായും രഞ്ജിത്ത്, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിൽ എന്ന പോലെയുള്ള ഈ തുടരന്വേഷണത്തിൻ്റെ അടുത്ത ഒരു പ്രോസസ്സിലേക്ക് നീങ്ങുമ്പോൾ അന്വേഷണ സംഘത്തിനുള്ളത്. കാരണം വലിയ രീതിയിൽ തന്നെ തെളിവുകൾ സമാഹരിക്കാനും അവയ്ക്ക് വലിയൊരു വിശ്വാസത നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിശ്വാസം. പ്രത്യേകിച്ച് കോടതിയിൽ ഇന്നലെ ഒരു ആദ്യഘട്ടത്തിൽ അല്ല 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ കോടതി പ്രോസിക്യൂഷന് അനുകൂലമായിട്ട് തന്നെയാണ് തീർച്ചയായും നിലപാടെടുത്തതെന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ചോദ്യം ചെയ്യാൻ വലിയൊരു സമയം നൽകുക വഴി അത് തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് തെളിവുകൾ അടക്കം കോടതിക്ക് മുൻപാകെ സമർപ്പിക്കപ്പെടുമ്പോൾ അത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് കോടതി അത്തരം ചില അഭിപ്രായങ്ങൾ ആരാഞ്ഞു മുന്നിലേക്ക് എത്തുന്ന തെളിവുകളിൽ നിന്നുകൊണ്ടായിരുന്നു കോടതി അത്തരം ചില അഭിപ്രായ പ്രകടനങ്ങൾ അടക്കം നടത്തിയത്. അതുകൊണ്ട് പ്രാഥമികമായി തന്നെ അത് ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നൊരു ആത്മവിശ്വാസം അന്വേഷണ സംഘത്തിന് തന്നെയുണ്ട്. കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിൻ്റെ പക്കലുണ്ട്. ഇത് മുഴുവനും പുറത്തുവിടാൻ ഈ ഘട്ടത്തിൽ സാധ്യമല്ല എന്ന് ഇവർ തന്നെ സൂചിപ്പിക്കുന്നു. മുന്നോട്ട് പോക്കിൽ ഇതെല്ലാം അന്വേഷണത്തിന് സഹായകരമാകുമെന്ന
നിലപാടിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ കേസിൻ്റെ തുടരന്വേഷണത്തിൽ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പൂർവാധികം ആത്മവിശ്വാസമുള്ളവരായ അന്വേഷണ സംഘം തന്നെ മാറിയിരിക്കുന്നു. ഇവരെല്ലാവരും തന്നെയും കൂടുതൽ തെളിവുകളുടെ സമാഹരണത്തിലും കൂടുതൽ സാക്ഷി മൊഴികൾ ഇതുമായി ബന്ധപ്പെട്ട തേടിയെടുക്കുന്നതിലും വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് രണ്ടാമത്തെ കേസ് വലിയ രീതിയിൽ തന്നെ ഒരു കുരുക്കായി തന്നെ മാറുന്നുണ്ട്. ഒപ്പം അതിൻ്റെ ആദ്യ കേസിൽ ദിലീപ് നേടിയ ജാമ്യ വ്യവസ്ഥകളുടെ അടക്കം ഒരു ലംഘനത്തിലേക്ക് രണ്ടാം കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് മാറും എന്നും ക്രൈംബ്രാഞ്ച് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ കേസ് രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ തന്നെ ദിലീപിനും കൂട്ടാളികൾക്കും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. രഞ്ജിത്ത്. ശരി, ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു. രാവിലെ 9 മണിക്ക് മുൻപ് തന്നെ നടൻ ദിലീപ് കളമശ്ശേരിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി. സഹോദരൻ അനൂപും സഹോദരി ഭർത്താവ് സുരാജും ദിലീപിനൊപ്പം ചോദ്യം ചെയ്യലിനെത്തി. ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടെ ADGP ശ്രീജിത്തും ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി. ആലുവയിലെ വീട്ടിൽ നിന്നും കൃത്യം 8:45 ദിലീപ് ചോദ്യം ചെയ്യലിനായി പുറപ്പെട്ടു. കളമശ്ശേരിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് 5 മിനിറ്റ് മുമ്പേ ദിലീപ് എത്തി. കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാതെ ദിലീപ് ഓഫീസിനുള്ളിലേക്ക്. നടനൊപ്പം പ്രതിപ്പട്ടികയിലുള്ള സഹോദരൻ അനൂപും സഹോദരി ഭർത്താവ് സൂരജും ചോദ്യം ചെയ്യലിന് ഹാജരായി. ഒറ്റയ്ക്കിരുത്തിയാണ് പ്രതികളെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ആവശ്യമെങ്കിൽ ഒന്നിച്ചിരുത്തിയും അന്വേഷണ സംഘം വിവരങ്ങൾ തേടും. നാളെയും മറ്റന്നാളും ചോദ്യം ചെയ്യൽ തുടരും. ഇതിനുശേഷം ദിലീപിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ സംവിധായകൻ ബാലചന്ദ്രകുമാറിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കും. ചോദ്യം ചെയ്യലിന് ദിലീപിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാത്തതിൽ അന്വേഷണ സംഘത്തിന് അതൃപ്തിയുണ്ട്. ഓരോ ദിവസവും ചോദ്യം ചെയ്യലിന് ശേഷം ദിലീപിനെ വിട്ടയക്കുന്നത് അന്വേഷണത്തിനെ കാര്യമായി ബാധിക്കുമോ എന്ന ആശങ്കയാണ് ക്രൈംബ്രാഞ്ചിനുള്ളത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം സിജോ വിജോൺ, ന്യൂസ് 18. സംവിധായകൻ ബാലചന്ദ്രകുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ദിലീപിന്റെ ജാമ്യത്തിനായി നെയ്യാറ്റിൻകര ബിഷപ്പിനെ ഇടപെടുത്തിച്ചെന്ന് പറഞ്ഞ് ബാലേന്ദ്രകുമാർ പണം ആവശ്യപ്പെട്ടു. ഇത് നിരസിച്ചതാണ് ശത്രുതയ്ക്ക് കാരണം. 10 ലക്ഷത്തോളം രൂപ ബാലേന്ദ്രകുമാർ കൈപ്പറ്റിയെന്നും ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ദിലീപ് പറഞ്ഞു. ദിലീപിന്റെ ആരോപണങ്ങൾ ബാലേന്ദ്രകുമാർ നിഷേധിച്ചു. തന്റെ ജാമ്യത്തിന് നെയ്യാറ്റിൻകര ബിഷപ്പിനെ ഇടപെടുത്തിച്ചെന്ന് ബാലേന്ദ്രകുമാർ പറഞ്ഞു. ബിഷപ്പുമായി നല്ല അടുപ്പമുണ്ടെന്ന് പറഞ്ഞ് പണം ആവശ്യപ്പെട്ടു. ആവശ്യം നിരസിച്ചപ്പോൾ തന്നോട് ശത്രുതയായി. ജാമ്യം റദ്ദാക്കുമെന്ന ഭീഷണിയും. തന്റെ വീട്ടിലെ റെയ്ഡിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തത് ബാലേന്ദ്രകുമാർ ബിഷപ്പിനൊപ്പം നിൽക്കുന്ന ഫോട്ടോകളും ചാറ്റുകളുടെ പ്രിന്റ് ഔട്ടുകളുമാണ്. തനിക്കെതിരെയുള്ള ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളെ ദിലീപ് പ്രതിരോധിക്കുന്ന ഇങ്ങനെ. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ദിലീപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. സിനിമയുമായി സഹകരിക്കണമെന്നും ബാലേന്ദ്രകുമാർ നിരന്തരം ആവശ്യപ്പെട്ടു. 10 ലക്ഷത്തിലധികം രൂപ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് കൈപ്പറ്റി. ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് മുൻപാണ് ഈ വിവരങ്ങൾ ദിലീപ് നൽകിയത്. എന്നാൽ ദിലീപിന്റെ ആരോപണങ്ങൾ ബാലേന്ദ്രകുമാർ നിഷേധിച്ചു. തനിക്ക് തവണകളായി പണം നൽകിയത് നിർമ്മാതാവെന്ന നിലയിലാണ്. ഈ വിഷയങ്ങളെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ വിഷയത്തെ പൂർണ്ണമായിട്ട് നിഷേധിക്കുന്നു. ഈ വിഷയത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് എന്റെ ആവശ്യം. അതായത് ഈ വിഷയത്തിൽ ഇതുവരെ അദ്ദേഹം പരാതി കൊടുത്തിട്ടില്ലെങ്കിൽ പോലും പോലീസ് അദ്ദേഹം ഉന്നയിക്കുന്ന ഈ വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്ന് നെയ്യാറ്റിൻകര ബിഷപ്പ് വിൻസെന്റ് സാമുവൽ പ്രതികരിച്ചു. വിഷയത്തിൽ പിന്നീട് പ്രതികരിക്കാമെന്നാണ് ബിഷപ്പിനോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചത്. ന്യൂസ് 18 കൊച്ചി. കോവിഡ് അതിതീവ്ര വ്യാപനം തടയാൻ ലോക്ഡൌണിന് സമാനമായ കടുത്ത നിയന്ത്രണത്തിൽ കേരളം. പ്രധാന വ്യാപാര കേന്ദ്രങ്ങളെല്ലാം നിശ്ചലമാണ്. നിരത്തുകളിൽ പോലീസ് പരിശോധന കർശനമായി തുടരുന്നു. സംസ്ഥാന അതിർത്തികളിലും പരിശോധന കർശനമാക്കി. അത്ര പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാം തരംഗത്തിൽ പ്രതിദിന കോവിഡ് കേസുകളും TPR-ഉം കുതിച്ചുയരുന്നതിനിടയിലാണ് സംസ്ഥാനത്ത് ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണം. നിരത്തുകളിൽ അവശ്യ സർവീസുകളെ മാത്രമാണ് പോലീസ് കടത്തിവിടുന്നത്. അനാവശ്യ യാത്ര നടത്തുന്നവർക്ക് താക്കീത് നൽകുകയും പിഴ ഈടാക്കുകയും ചെയ്യുന്നുണ്ട്.
ഇന്നത്തെ ദിവസം പറ്റില്ല. ഇന്നത്തെ ദിവസം ഞങ്ങൾ വെള്ളം അടിക്കണം വീട് വലിക്കണമെന്നല്ല അങ്ങനെയുള്ള നിങ്ങൾ ആവശ്യം അത് പാൻഡമിക് സിറ്റുവേഷൻ ആണ്. ഇന്ന് വളരെ ഡേഞ്ചർ. ഇന്നൊരു ദിവസം വളരെ റെസ്ട്രിക്ഷൻ ഉള്ളത്. ഞങ്ങൾ തിരിച്ചു വെക്കാം വണ്ടിയാണ് തിരിച്ചു വെക്കാം. തിരിച്ചു പോകും. തിരുവനന്തപുരത്തെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായ ചാല, പാളയം എന്നിവിടങ്ങളിലെല്ലാം ഭൂരിഭാഗം കടകളും അടഞ്ഞു കിടന്നു. ആലപ്പുഴ നഗരത്തിൽ ഹർത്താലിന് സമാനമായ സാഹചര്യമായിരുന്നു. കൊച്ചിയിലെ പ്രധാന വ്യാപാര കേന്ദ്രമായ ബ്രോഡ്വേയിൽ രാവിലെ മുതൽ പോലീസ് പരിശോധന തുടങ്ങി. കാസർഗോഡ്, പാലക്കാട്, വയനാട്, കൊല്ലം, ഇടുക്കി തുടങ്ങി അതിർത്തി ജില്ലകളിലും പരിശോധന കർശനമാണ്. തിരുവനന്തപുരത്തെ നഗരാതിർത്തി പ്രദേശങ്ങളിലെ 18 ഇടങ്ങളിലാണ് പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് വാഹനങ്ങൾ പരിശോധിക്കുന്നത്. KSRTC ദീർഘദൂര സർവീസുകൾ നടത്തുന്നുണ്ടെങ്കിലും യാത്രക്കാരുടെ എണ്ണം കുറവായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ദീർഘദൂര യാത്ര കഴിഞ്ഞെത്തുന്നവർക്കായി ഓട്ടോ ടാക്സി സർവീസ് ലഭ്യമാണ്. ഹോട്ടലുകളിൽ നിന്നും പാഴ്സൽ സർവീസ് മാത്രമാണുള്ളത്. പരീക്ഷകൾ മാറ്റമില്ലാതെ തുടർന്നു. അർദ്ധരാത്രി വരെയാണ് സംസ്ഥാനത്ത് കടുത്ത നിയന്ത്രണം. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് പുലർച്ചെ മുതൽ തന്നെ പോലീസ് പരിശോധന കർശനമായിരുന്നു. തോണ്ടയാട് ബൈപ്പാസിൽ നിന്നും ലിനിഷ മങ്ങാടിന്റെ റിപ്പോർട്ട്. കോഴിക്കോട് ജില്ലയിൽ വാരാന്ത്യ ലോക്ഡൌൺ സമ്പൂർണ്ണമാണ്. അനാവശ്യമായ ആളുകൾ പുറത്തേക്കിറങ്ങുന്നില്ല എന്നത് പോലീസിനും വലിയൊരു ആശ്വാസമാണ്. പോലീസ് നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ കൃത്യമായ ചെക്കിംഗ് നടത്തുന്നുണ്ട്. വരുന്ന ആളുകളോട് എന്തിനാണ് വരുന്നതെന്നും കൃത്യമായ രേഖകൾ ചോദിച്ചുകൊണ്ടും തന്നെയാണ് ആളുകളെ ടൗണിലേക്ക് കടത്തിവിടുന്നത്. KSRTC വളരെ പരിമിതമായ സർവീസുകൾ മാത്രമാണ് ഇന്ന് നടത്തുന്നുള്ളത്. രാവിലെ ആകുമ്പോഴേക്കും ഒരു 8-9 മണിയാകുമ്പോഴേക്കും മാത്രം ഒരു 10 സർവീസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷവും ഓരോ മണിക്കൂറിലും ഓരോ ബസ് ആണ് അയൽ ജില്ലകളിലേക്ക് കടത്തിവിടുന്നുള്ളത്. അത്രയും കുറവാണ്. ആളുകളുടെ വരവനുസരിച്ച് അല്ലെങ്കിൽ എത്രമാത്രം ആളുകൾ ഉണ്ട് എന്ന് നോക്കി മാത്രമേ KSRTC പോലും സർവീസ് നടത്തുന്നുള്ളൂ. ആളുകൾ കൃത്യമായും പോലീസിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുന്നു എന്നുള്ളതും വലിയൊരു ആശ്വാസകരമായ കാര്യമാണ്. കോഴിക്കോട് ജില്ലയിൽ കടകൾ 7 മണി മുതൽ തുറക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പൂർണ്ണമായും കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഫാർമസി, ഭക്ഷണം നൽകുന്ന കടകൾ അവിടെയൊക്കെ മാത്രമേ ഇന്ന് തുറന്നിട്ടുള്ളൂ. അതും പാഴ്സൽ സംവിധാനം മാത്രമാണ് എല്ലാ ഹോട്ടലുകളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളിൽ ആളുകൾ ക്യൂ നിന്ന് സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ കൃത്യമായി ക്യൂ നിന്നാണ് ഹോട്ടലുകളിൽ നിന്ന് പോലും ഭക്ഷണം വാങ്ങുന്നത്. ഇതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ രോഗികൾ ഉണ്ടാകുന്നത് സമ്പർക്കത്തിലൂടെയാണ്. ഇത്തരത്തിൽ സമ്പർക്കം കുറച്ചാൽ തന്നെ രോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടവും. അതിനായുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. പ്രൈവറ്റ് ബസ്സുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ബസ്സുകൾ, ദീർഘദൂര പ്രൈവറ്റ് ബസ്സുകൾ, അതും വളരെ 1-2 മാത്രം പ്രൈവറ്റ് ബസ്സുകൾ മാത്രമാണ് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പോലീസ് എല്ലാത്തിനും നിർദ്ദേശം നൽകുന്നുണ്ട്, കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. രാവിലെ മുതൽ അതിരാവിലെയൊന്നും പോലീസിന്റെ വലിയൊരു ചെക്കിംഗ് ഇല്ലെങ്കിലും 8 മണിയോടുകൂടി പോലീസ് കൃത്യമായി നഗരത്തിലെ ഓരോ സ്ഥലങ്ങളിലും ആളുകളെ വിന്യസിച്ച് കൃത്യമായി ആളുകളെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വിടുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലോക്ഡൌൺ കൃത്യമായും ആളുകൾ സ്വയം മനസ്സിലാക്കി സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് ഈ ലോക്ഡൌൺ ഭരണകൂടത്തിന്റെ കൂടെ നിന്നുകൊണ്ട് വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കോഴിക്കോട് നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളുള്ള ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നത് 138 വിവാഹങ്ങൾ. വിവാഹ മണ്ഡപത്തിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ക്ഷേത്ര പരിസരത്ത് വൻ ആൾക്കൂട്ടമായിരുന്നു. ഒരു വിവാഹ പാർട്ടിയോടൊപ്പം 2 പേരെയും 10 പേരെയും മാത്രമേ മണ്ഡപത്തിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്ന വിവരം എല്ലാ ഭക്തങ്ങളെയും അറിയിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരെ നിയന്ത്രിക്കാൻ ദേവസ്വം അധികൃതർ നൽകുന്ന മുന്നറിയിപ്പാണിത്. എന്നാൽ ക്ഷേത്ര പരിസരത്തെ കാഴ്ച ഇങ്ങനെ. വിവാഹങ്ങളാണ് ഇന്ന് ക്ഷേത്രത്തിൽ നടന്നത്. കോവിഡ് നിയന്ത്രണമുള്ളതിനാൽ കല്യാണ മണ്ഡപത്തിലേക്ക് വധൂവരന്മാരടക്കം 10 പേരെയും 2 ഫോട്ടോഗ്രാഫർമാരെയാണ് പ്രവേശിപ്പിച്ചത്. മണ്ഡപത്തിൽ നിയന്ത്രണമുണ്ടായിരുന്നെങ്കിലും പരിസരത്ത് വൻ ജനാവലിയായിരുന്നു. ഓരോ വിവാഹ പാർട്ടിക്കുമൊപ്പം 100-ലധികം ആളുകളാണ് എത്തിയത്. ഇവരെ നിയന്ത്രിക്കാൻ കൃത്യമായ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നില്ല. കോവിഡ് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ബുക്ക് ചെയ്തിരുന്നവയാണ് ഈ വിവാഹങ്ങളെല്ലാം. കോവിഡ് പരിഗണിച്ച് ഗുരുവായൂരിൽ ചോറൂണ് നിർത്തിവെച്ചിരിക്കുകയാണ്. ക്ഷേത്ര ദർശനത്തിനും കർശന നിയന്ത്രണമുണ്ട്. ന്യൂസ് 18 ഗുരുവായൂർ. ഭക്ഷ്യമന്ത്രി GR അനിലിന് കോവിഡ്. ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് മന്ത്രിക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്തെ വീട്ടിൽ വിശ്രമത്തിലാണ് അദ്ദേഹം. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്കും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു.
സംസ്ഥാനത്ത് ഓൺലൈൻ ഭരണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി വിദേശത്ത് പോയപ്പോൾ പകരം സംവിധാനം പോലും ഒരുക്കിയിട്ടില്ല. മന്ത്രിമാർ ഓഫീസിൽ പോലും വരുന്നില്ല. പാർട്ടി പരിപാടികൾ കൊഴുപ്പിക്കാനുള്ള താൽപര്യം കോവിഡ് പ്രതിരോധത്തിനില്ല. ജനങ്ങളെ വിധിക്ക് വിട്ടിരിക്കുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. കോവിഡ് കാട്ടുതീ പോലെ പടരുമ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെയില്ല. നമ്മൾ കേരളത്തിലെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള കോർഡിനേഷനും ഇന്ന് സർക്കാരിലില്ല. എന്താണ് നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല. മന്ത്രിമാർ സെക്രട്ടേറിയറ്റിൽ വന്നിട്ട് ആഴ്ചകളായി. ജില്ലാ സമ്മേളനത്തിൽ തിരക്കായിരിക്കാം അവർക്ക് വരാൻ കഴിയാതെ പോകുന്നത്. ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന ഓൺലൈൻ ഭരണം മാത്രമാണ്. രാജ്യത്ത് പിടിവിടാതെ കോവിഡ് 3,33,533 പേർക്ക് കൂടി കോവിഡ് ബാധിച്ചു. 24 മണിക്കൂറിനിടെ 525 മരണം സ്ഥിരീകരിച്ചു. ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രതിദിന കേസുകൾ കുറയുമ്പോൾ മരണനിരക്ക് ഉയരുകയാണ്. രാജ്യത്ത് പ്രതിദിന രോഗികളുടെ എണ്ണം 3 ലക്ഷത്തിന് മുകളിൽ തുടരുകയാണ്. 3,33,533 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ട്. എന്നാൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയരുകയാണ്. 17.78% TPR. 21,87,000 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. മഹാരാഷ്ട്രയിലാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്ക് രേഖപ്പെടുത്തിയത്. 46,393 പേർക്ക് രോഗം ബാധിച്ചു. കർണാടകത്തിൽ 42,470 പേരും, തമിഴ്നാട് 30,744 പേരും, ഗുജറാത്ത് 23,150 പേരും രോഗബാധിതരായി. ഡൽഹിയിൽ രോഗികളുടെ പ്രതിദിന എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും 24 മണിക്കൂറിനിടെ 45 മരണം സ്ഥിരീകരിച്ചു. 2021 ജൂൺ 5 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പഞ്ചാബിലും മരണനിരക്ക് ഉയരുകയാണ്. ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വാരാന്ത്യ കർഫ്യൂ തുടരുകയാണ്. ഉത്തർപ്രദേശിൽ സ്കൂളുകൾ 30 വരെ തുറക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ന്യൂസ് 18 ഡൽഹി. തമിഴ്നാട്ടിൽ ഞായറാഴ്ചത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ തുടരുകയാണ്. അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് അനുമതി. റെയിൽവേ സ്റ്റേഷനുകൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപം സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾ, പ്രീപെയ്ഡ് ടാക്സികൾ എന്നിവയെ ലോക്ക്ഡൌണിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഹോട്ടലുകളിൽ പാഴ്സൽ സർവീസ് അനുവദിച്ചിട്ടുണ്ട്. തുടർച്ചയായ 3ാമത്തെ ഞായറാഴ്ചയാണ് തമിഴ്നാട്ടിൽ ലോക്ക്ഡൌൺ. ഇടവേള. തെരഞ്ഞെടുപ്പ് ചൂടിൽ 5 സംസ്ഥാനങ്ങൾ. യു പിയിൽ കോൺഗ്രസിന് വോട്ട് നൽകി ജനങ്ങളുടെ വോട്ട് പാഴാക്കരുതെന്ന് BSP നേതാവ് മായാവതി. കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമാണെന്നും പ്രിയങ്കാഗാന്ധിയുടെ വിമർശനത്തിന് മറുപടിയുമായി മായാവതി പറഞ്ഞു. അതേസമയം കൂറുമാറ്റം ഉണ്ടാകില്ലെന്ന് ഗോവയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരാധനാലയങ്ങളിലെത്തി സത്യം ചെയ്തു. ഉത്തർപ്രദേശ് പ്രചാരണത്തിൽ മായാവതിയും BSPയും പിന്നോക്കം പോയി എന്ന AICC ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധിയുടെ വിമർശനത്തിന് പിന്നാലെയാണ് BSP അധ്യക്ഷയുടെ പരിഹാസം. കോൺഗ്രസ് വോട്ട് ഭിന്നിപ്പിക്കുന്ന പാർട്ടിയാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം മണിക്കൂറുകൾക്കകം പ്രിയങ്കാഗാന്ധി പിൻവലിച്ചതായും മായാവതി വിമർശിച്ചു. അതിനിടെ കൂറുമാറ്റം ഉണ്ടാകില്ലെന്ന് ഗോവയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരാധനാലയങ്ങളിൽ എത്തി സത്യം ചെയ്തു. പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നാണ് പള്ളികളിലും അമ്പലത്തിലുമെത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ സത്യം ചെയ്തത്. ന്യൂസ് 18 ഡൽഹി. 125ാം ജന്മദിനത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് ആദരമർപ്പിച്ച രാജ്യം. നേതാജിയുടെ ആദർശങ്ങളും ത്യാഗവും ഓരോ ഇന്ത്യക്കാരനും എന്നും പ്രചോദനമാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു. പാർലമെന്റ് സെൻട്രൽ ഹാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ നേതാജിക്ക് ആദരമർപ്പിച്ചു. നേതാജിയുടെ ഹോളോഗ്രാം പ്രതിമ ഇന്ന് 6 മണിക്ക് ഇന്ത്യ ഗേറ്റിൽ അനാച്ഛാദനം ചെയ്യും. സ്വതന്ത്ര ഇന്ത്യ, ആസാദ് ഹിന്ദ് എന്ന ആശയത്തോടുള്ള പ്രതിബദ്ധത നിറവേറ്റാൻ സ്വീകരിച്ച ധീരമായ ചുവടുകളാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ഒരു ദേശീയ പ്രതീകമാക്കിയത് എന്നായിരുന്നു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ വാക്കുകൾ. നേതാജി രാജ്യത്തിന് നൽകിയ മഹത്തായ സംഭാവനകളിൽ അഭിമാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്വീറ്റ് ചെയ്തു. പ്രധാനമന്ത്രിയും മറ്റ് കേന്ദ്രമന്ത്രിമാരും MPമാരും പാർലമെന്റ് സെൻട്രൽ ഹാളിലെത്തി ആദരമർപ്പിച്ചു. വൈകിട്ട് ഇന്ത്യ ഗേറ്റിൽ പ്രധാനമന്ത്രി നേതാജിയുടെ ഹോളോഗ്രാം പ്രതിമ അനാച്ഛാദനം ചെയ്യും. ഗ്രാനൈറ്റിൽ 28 അടി ഉയരത്തിലും 6 അടി വീതിയിലുമുള്ള പ്രതിമ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. ഗാന്ധിജിക്ക് ഏറെ പ്രിയങ്കരമായിരുന്ന എബൈഡ് വിത്ത് മീ എന്ന ഗാനം സൈന്യത്തിന്റെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങിൽ നിന്ന് ഒഴിവാക്കി. പകരം ഹിന്ദി ദേശഭക്തി ഗാനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിപ്പബ്ലിക് ദിന പരേഡിന്റെ പൂർണ്ണ ഡ്രസ് റിഹേഴ്സൽ ഡൽഹിയിൽ നടന്നു.
സ്കോട്ടിഷ് ആംഗ്ലിക്കൻ കവി ഹെൻറി ഫ്രാൻസിസ് ലൈറ്റ് 1847 രചിച്ച അബൈഡ് വിത്ത് മീ ബീറ്റിംഗ് റിട്രീറ്റിന്റെ ഭാഗമായത് 1950 മുതലാണ്. മഹാത്മാഗാന്ധിക്ക് ഏറെ ഇഷ്ടമുള്ള ഗാനം. പതിറ്റാണ്ടുകളായി സൈന്യത്തിന്റെ ഭാഗമായിരുന്ന ഈ ഗാനം എ മേരെ വതൻ കി ലോഗോ എന്ന ഹിന്ദി ദേശഭക്തി ഗാനത്തിന് വഴിമാറും. ഇന്ത്യ ചൈന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരുടെ സ്മരണയ്ക്കായി കവി പ്രദീപ് രചിച്ച ഗാനമാണിത്. രണ്ടായിരത്തി 20 അബൈഡ് വിത്ത് മീ ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പ്രതിഷേധം ഉയർന്നതോടെ കേന്ദ്രം പിൻവാങ്ങി. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അവശേഷിപ്പുകൾ രാജ്യത്ത് വേണ്ടെന്ന തീരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ് അബൈഡ് വിത്ത് മീ ഒഴിവാക്കിയതെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരണം. അതേസമയം റിപ്പബ്ലിക് ദിന പരേഡിന്റെ പൂർണ്ണ ഡ്രസ് റിഹേഴ്സൽ ഡൽഹിയിൽ നടന്നു. വിജയ് ചൌക്കിൽ നിന്ന് നാഷണൽ സ്റ്റേഡിയം വരെയായിരുന്നു പരേഡ്. इनका साथ दे रहे हैं मद्रास रेजिमेंटल सेंटर के सूबेदार उमा कुमार, मराठा लाइट इन्फेंट्री रेजिमेंटल सेंटर के जी आरोग्य स्वामी. ന്യൂസ് 18 ഡൽഹി. പത്തനംതിട്ട കൊടുമണ്ണിൽ CPI പ്രവർത്തകരെ CPM DYFI പ്രവർത്തകർ വളഞ്ഞിട്ട് തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അങ്ങാടിക്കൽ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷത്തിനിടെയാണ് മർദ്ദനം. വോട്ടെടുപ്പ് നടക്കുന്ന ഹാളിന് പുറത്ത് റോഡിൽ വെച്ചാണ് CPI നേതാക്കളെ ക്രൂരമായി മർദ്ദിച്ചത്. CPM പ്രവർത്തകർ കള്ളവോട്ട് ചെയ്യുന്നു എന്നാരോപിച്ച് CPIക്കാർ രംഗത്തെത്തിയതോടെയാണ് സംഘർഷമുണ്ടായത്. CPI ലോക്കൽ സെക്രട്ടറി സുരേഷ് ബാബു, മുൻ പഞ്ചായത്ത് അംഗം ഉദയകുമാർ എന്നിവർക്ക് മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. കന്യാകുമാരിയിൽ 4 വയസ്സുകാരനെ അയൽക്കാരി കൊന്ന് അലമാരയിൽ സൂക്ഷിച്ചത് സ്വർണത്തിനു വേണ്ടിയാണെന്ന് തെളിഞ്ഞു. കുട്ടിയുടെ മാലയും ബ്രേസ്ലെറ്റും കണ്ടെടുത്തു. പ്രതിയുടെ വീട് നാട്ടുകാർ അടിച്ചു തകർത്തു. കന്യാകുമാരി മണവാളക്കുറിച്ചിയിലാണ് 35-കാരിയായ അയൽക്കാരി 4 വയസ്സുകാരനെ മൃഗീയമായി കൊലപ്പെടുത്തിയത്. അയൽവാസിയുടെ വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് പ്രതിയുടെ വീട്ടിലെ അലമാരയിൽ നിന്നും മൃതദേഹം കണ്ടെടുത്തത്. കൈകാലുകൾ കൂട്ടിക്കെട്ടി വായ മൂടിക്കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. മീനവ ഗ്രാമ സ്വദേശി ജോൺ റിച്ചാർഡ്, സഹായ ഗിരിജ ദമ്പതികളുടെ മകൻ ജോഹൻ ഋഷിയാണ് കൊല്ലപ്പെട്ടത്. കുട്ടിയുടെ മാലയും കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റും കാണാതായിരുന്നു. ആഭരണങ്ങൾ തൊട്ടടുത്ത ബാങ്കിൽ പ്രതി ഫാത്തിമ പണയം വെച്ചും തെളിഞ്ഞു. തുടർന്ന് നാട്ടുകാർ നടത്തിയ തെരച്ചിലാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. ഫാത്തിമയുടെ വീട് നാട്ടുകാർ അടിച്ചു തകർത്തു. ചോദ്യം ചെയ്യൽ ഫാത്തിമ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കന്യാകുമാരി. അരുണാചൽ പ്രദേശിൽ നിന്ന് കാണാതായ 17-കാരനെ കണ്ടെത്തിയതായി ചൈനീസ് സൈന്യം അറിയിച്ചതായി പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. കൗമാരക്കാരനെ കൈമാറാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി ചൈനീസ് സൈന്യം അറിയിച്ചുവെന്നും പ്രതിരോധ വക്താവ് വ്യക്തമാക്കി. സിഡോ ഗ്രാമത്തിൽ നിന്നാണ് മിറം തറാൻ എന്ന യുവാവിനെ ഈ മാസം 18 കാണാതായത്. പീപ്പിൾസ് ലിബറേഷൻ ആർമി പിടിച്ചുകൊണ്ടുപോയെന്നായിരുന്നു ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉള്ളവരുടെ ആരോപണം. കായിക വാർത്തകൾ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കേണ്ട ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 മത്സരം മാറ്റി. ഫെബ്രുവരി 20 നടക്കേണ്ട മത്സരമാണ് മാറ്റിയത്. പരമ്പരയിലെ മത്സരങ്ങളെല്ലാം കൊൽക്കത്തയിൽ നടക്കും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഈ സീസണിലെ IPL ഇന്ത്യയിൽ തന്നെ നടക്കും. മാർച്ച് 27 മത്സരം തുടങ്ങുമെന്ന് BCCI അറിയിച്ചു. മുംബൈയിലായിരിക്കും മത്സരങ്ങൾ. ആവശ്യമെങ്കിൽ പൂനെയും വേദിയാക്കും. കാണികൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ലെന്നും BCCI അറിയിച്ചു. IPL മെഗാലേലം നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കും. ഫെബ്രുവരി 12-13 തീയതികളാണ് ബംഗളൂരുവിൽ മെഗാലേലം. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.